നമസ്കാരം. നമ്മുടെ ഈ ഡീമോണിറ്റൈസേഷൻ കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിലച്ചുപോയി, ഒരു 100 വർഷം പുറകോട്ട് പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഈ ഡീമോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം മുമ്പ് തന്നെ, അതായത് നമ്മുടെ എക്കണോമി, ക്യാഷ് എക്കണോമി വെറും ഒരു 5 ലക്ഷം കോടി രൂപ ആയിരുന്ന കാലത്ത് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അന്ന് അവർ ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് ഇപ്പൊ നമ്മുടെ ക്യാഷ് എക്കണോമി എന്ന് പറയുന്നത് ഒരു 14.5 ലക്ഷം കോടി രൂപയാണ്. ഈ സമയത്ത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത് 2024 ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം 30 ലക്ഷം കോടി രൂപയെങ്കിലും ആയി മാറും. അപ്പൊ ആ സമയത്ത് നമുക്കിത് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എത്തും. 1999 മുതൽ 2004 വരെ NDAയുടെ ഭരണകാലമായിരുന്നു. ആ കാലത്ത് സാമ്പത്തിക വളർച്ച 5.5% പക്ഷെ അന്ന് ആ കാലത്ത് ഉണ്ടാക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 6 കോടിയോളം തൊഴിലവസരമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം അത് കഴിഞ്ഞിട്ട് വന്ന മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 2004 മുതൽ 2009 വരെ ആകെ 3 കോടി തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ. അതായത് മുൻപ് വാജ്പേയിയുടെ കാലത്ത് 6 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഇവിടെ വെറും 3 കോടി തൊഴിലവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ. പക്ഷേ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് സ്വർണത്തിന്റെ വില ഏകദേശം 300 ഇരട്ടി വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 300 ഇരട്ടി വർധന സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായി. അതുപോലെ വസ്തുവിന്റെ കാര്യത്തിലാണെങ്കിൽ 200 മുതൽ 2000 ഇരട്ടി വരെയാണ് വസ്തുവിന്റെ വിലയിൽ മാറ്റം വന്നത്. ഇപ്പൊ എന്റെ അറിവിൽ തന്നെ 2004 20,000 രൂപയ്ക്ക് വാങ്ങിയ വസ്തു 2008 ആയപ്പോഴത്തേക്കും അതിന്റെ വില 2 ലക്ഷം രൂപ, അതായത് 10 ഇരട്ടിയാണ് വസ്തുവിന്റെ വിലയിൽ വർധനമുണ്ടായത്. ഇതിനെ അസറ്റ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാലത്ത് സാമ്പത്തിക വളർച്ച 8% മുമ്പിലുള്ള 5.5% അപേക്ഷിച്ച് 8% സാമ്പത്തിക വളർച്ച ഉണ്ടായെങ്കിലും ആ സാമ്പത്തിക വളർച്ച മുഴുവൻ ഉണ്ടായത് ഈ അസറ്റ് ഇൻഫ്ലേഷനാണ്. അതായത് വസ്തു, സ്വർണം, സ്റ്റോക്ക് മാർക്കറ്റ് മുതലായ ഇടങ്ങളിൽ മാത്രമാണ് സാമ്പത്തിക വളർച്ച ഉണ്ടായത്. ഈ അസറ്റ് ക്രിയേഷനിൽ മാത്രം സാമ്പത്തിക വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട, അതായത് ഈ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം ആ കാലഘട്ടത്തിൽ തൊഴിലവസരങ്ങളൊന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുകയോ അവരുടെ സാമ്പത്തിക വളർച്ച വലുതാവുകയോ ചെയ്യുന്നില്ല. നമ്മുടെ സോഷ്യലിസ്റ്റ് സുഹൃത്തുക്കളാണ് ഇത് ശരിക്കും അറിയേണ്ടത്. കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ സാമ്പത്തിക വളർച്ച ഉണ്ട് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും അത് വെറും ഒരു വിഭാഗത്തിൽ, അതായത് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ആ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് താഴെക്കിടയിലുള്ള ആൾക്കാരുൾപ്പെടെ എല്ലാ മേഖലയിലും, എല്ലാ തട്ടുകളിലുള്ള ആൾക്കാർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമുള്ള സാമ്പത്തിക വളർച്ചയോട് നമുക്ക് രാജ്യത്തിന് എല്ലാവർക്കും നേട്ടം ഉണ്ടാകത്തില്ല. മാത്രമല്ല ഈ സാമ്പത്തിക വളർച്ച, അസറ്റ് ക്രിയേഷനിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞത് കള്ളപ്പണങ്ങൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ചയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് സ്വർണം വാങ്ങിക്കുന്നതും ഈ വസ്തു വാങ്ങിക്കുന്നതെല്ലാം കൂടുതലും ബ്ലാക്ക് മണി കയ്യിലുള്ള ആൾക്കാരാണ് ഇത് മേടിക്കുന്നത്. മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ അന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ വളർച്ച മുഴുവൻ തന്നെ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറഞ്ഞാൽ അതും വേറൊരു തരം കള്ളപ്പണമാണ്. നമ്മൾ ഇവിടെയുള്ള കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയിട്ട് അതിനെ ബിനാമി പണമാക്കി തിരിച്ചു കൊണ്ടുവന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ആളിന്റെ പേര് പറയാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അന്വേഷിച്ച് പാർട്ടിസിപ്പേറ്ററി നോട്ടിനെ പറ്റി അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു അത് കൂടുതലും ചെയ്യുന്നത്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് വളർന്നത് കൂടുതലും ഇങ്ങനെ പാർട്ടിസിപ്പേറ്ററി നോട്ട് കൊണ്ടാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതലും വളർന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലോ അസറ്റ് ക്രിയേഷനിലോ ഉള്ള വളർച്ച സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതാവും. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഈ വസ്തുവിന്റെ വില 2000 ഇരട്ടി വരെ വളർന്നത് കാരണം സാധാരണ ആൾക്കാർക്ക് വസ്തു ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത്. പണമുള്ളവർ മാത്രം സ്വർണം വാങ്ങിക്കുന്നു, വസ്തു വാങ്ങിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങിക്കുന്നു. ആ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുകയും അതുകൊണ്ട് മാത്രം സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയാണ് ഈ UPAയുടെ ഭരണകാലത്ത് നടന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും ഈ പറയുന്ന ഒരു സാധനം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും രാജ്യത്തിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ വരികയും കലാപങ്ങൾ ഉണ്ടാവുകയും ഈ വെനസ്വേലയിലൊക്കെ ഇതാണ് സംഭവിച്ചത്.
അപ്പൊ അതുപോലുള്ള കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയും അപ്പൊ അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഒരു അല്പം ക്ഷമിച്ച് ഈ ഒരു ഡിമോണിറ്റൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ചു നേരം ATM-ൽ ക്യൂ നിൽക്കുന്നത് അത്ര ഒരു ഈ പറയുന്ന ഒരു കലാപമൊക്കെ അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിത ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ബേസ്മെന്റ് ശരിയല്ലാതെ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ദാരിദ്ര്യക്ക് നമ്മളെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദാരിദ്ര്യരേഖയ്ക്ക് എത്ര പേര് താഴെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനം നടത്തണമെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ, കാരണം നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള കണക്കില്ല. ഇപ്പം 2014-2015 കാലഘട്ടത്തിൽ ആകെ 3%, ഭാരതത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 3% മാത്രമാണ് ടാക്സ് അടച്ചിരുന്നത്. നമുക്ക് അവർക്ക് 10 ടാക്സ് 2 ലക്ഷം ആണ് അതിന്റെ റേഞ്ച് എന്നാണ് എന്റെ അറിവ്. 2 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ ആകെ 3% ഉള്ളൂ എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക്. അതുപോലെ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ ആകെ 24 ലക്ഷം പേരേ ഉള്ളൂ എന്നാണ് കണക്ക് കൊടുത്തത്. അപ്പം ഭാരതത്തിൽ 126 കോടി ജനത ഉള്ളതിൽ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളത് 24 ലക്ഷം പേരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഒട്ടും വിശ്വസനീയമായ ഒരു കണക്കല്ല. അപ്പൊ ഇങ്ങനെ സർക്കാരിന്റെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള കണക്ക്, ഒന്ന് കിട്ടേണ്ട ടാക്സ് കിട്ടുന്നില്ല, 2 ശരിയായ കണക്കില്ലാത്ത കാരണം ശരിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബേസ്മെന്റ് ഇല്ലാതെ, ശരിയായ വിവരമില്ലാതെ നമുക്കൊരു ശരിയായ ഒരു ഭരണപരിഷ്കാരം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം സാമ്പത്തിക വളർച്ച ഉണ്ടാവേണ്ടത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സാമ്പത്തിക വളർച്ച ഉണ്ട്. അങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഡിമോണിറ്റൈസേഷന് ശേഷം വസ്തുവിന്റെ വിലയൊക്കെ ഒരുപാട്, ഏകദേശം 50% കുറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ ബാങ്കുകളിൽ ഒരുപാട് പണം തിരിച്ചു വന്നത് കാരണം ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. SBIയും ആക്സിസ് ബാങ്ക് എല്ലാം പലിശ നിരക്ക് കുറച്ചു. ബാക്കിയുള്ള ബാങ്കുകളും ഇനിയിപ്പോ ഉടനെ തന്നെ പലിശ നിരക്ക് കുറയും. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ആളുകൾ ഈ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് 50%, 60% പലിശ കൊടുത്തിട്ടാണ് ആൾക്കാർ അവരുടെ വ്യവസായത്തിന് വേണ്ടിയുള്ള പണമെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. പക്ഷെ ഇനി ബാങ്കുകളുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ട് അവര് തന്നെ ഈ ചെറുകിടക്കാർക്കെല്ലാം, കർഷകർക്കും അതുപോലെ ചെറുകിട വ്യവസായ സംരംഭകർക്കെല്ലാം ബാങ്കുകൾ തന്നെ പൈസ കൊടുക്കും. അതിനാണ് ഈ മുദ്രാ യോജന പോലുള്ള അവസരങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഈ മുദ്രാ ലോൺ വളരെ നേരത്തെ തന്നെ വളരെ പ്രചാരത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷെ ആ കാലത്ത് ഗവർണറായിരുന്ന രഘുറാം രാജൻ അത് സമ്മതിക്കായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് നമുക്കിപ്പോ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എല്ലാം ഈ അംബാനിയും അദാനിയും വളർത്താൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വേറൊരു ആരോപണം. നമ്മൾ ഈ പുതിയ ഭീം എന്ന് പറയുന്ന പദ്ധതി, ഭീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസ്, ഇതിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഈ ഒരു അതുവഴിയിട്ടാണ് ഭീം എന്ന് പറയുന്ന അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഭീം പോലുള്ള ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട 10 ബാങ്കുകളും റിസർവ് ബാങ്കും കൂടെ ചേർന്നിട്ടാണ് ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു പൂർണ്ണമായിട്ട് സർക്കാർ സ്ഥാപനമാണ്, അല്ലാതെ അതിന് പ്രൈവറ്റ് കമ്പനികൾക്കൊന്നും അതിൽ യാതൊരു റോളും ഇല്ല. അപ്പം ഭീം ആപ്ലിക്കേഷൻ അതുപോലുള്ള തന്നെ ഈ USSD കോഡ് ഉപയോഗിച്ചിട്ട് *#99 ഉപയോഗിച്ച് ചെയ്യുന്ന ട്രാൻസാക്ഷൻ, ഇതെല്ലാം ഈ പറയുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ വഴിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ലാഭം വേറെ പ്രൈവറ്റ് പാർട്ടികൾക്ക് പോകുന്ന ഒരു പ്രശ്നം ഒതുങ്ങില്ല. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള കമ്പനികളെ സഹായിക്കാനാണ് ഈ ഡിജിറ്റൽ എക്കണോമി കൊണ്ടുവരുന്നത് എന്നൊരു വേറൊരു ആരോപണമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നിലവിലുള്ളത് ഈ കാർഡ് ട്രാൻസാക്ഷൻ കൂടുതലും വിസ, മാസ്റ്റർ കാർഡ് അത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ അവർ ആക്ച്വലി കൂടുതൽ അതുവഴി നമ്മൾ ട്രാൻസാക്ഷൻ കൂടുതൽ ചെയ്യുന്നതിൽ കൂടുതൽ പണം ചെലവും കൂടുതലാവും. പണം ഈ പറയുന്ന വിസ, മാസ്റ്റർ കാർഡ് അതുപോലുള്ള കമ്പനികൾക്കായിരിക്കും പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റുപേ, നമ്മളെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ റുപേ എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊവൈഡർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇപ്പൊ തന്നെ ഏകദേശം 30% കാർഡുകളും 30% കാർഡ് ട്രാൻസാക്ഷനും ഈ റുപേ വഴിയാണ് നടക്കുന്നത്. അതിനെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന കൂടുതൽ കാർഡുകളും ഈ റുപേ കാർഡായിരിക്കും. റുപേ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ തന്നെയാണ്. അപ്പൊ റുപേ വഴിയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന വഴി എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ആണെങ്കിലും ഈ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ്
ഡിമോണിറ്റൈസേഷനെയും നമ്മുടെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനെയൊക്കെ എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത്? അപ്പോൾ അവർ ഈ ഡിമോണിറ്റൈസേഷൻ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടിനെ പറ്റി അവർ കൂടുതൽ എന്തുകൊണ്ടായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ നമുക്കൊരു 5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ നമുക്കൊരു ചെറിയൊരു പഴയ വീടുണ്ട്. അപ്പൊ ആ വീടിനെ പൊളിച്ച് നമുക്കൊരു പുതിയ വീട് വെക്കണം. പക്ഷെ ഈ വീടിന്റെ പൊളിച്ച് നമുക്കൊരു 3 നിലയുള്ള വീട് വെക്കണം. പക്ഷെ ഈ വീടിന്റെ അതിന്റെ ബേസ്മെന്റിന് ബലം കുറവായതുകൊണ്ടും അതിന്റെ ചുവരുകൾക്ക് ബലം കുറവായതുകൊണ്ടും നമുക്ക് ഈ വീടിന്റെ മുകളിലോട്ടൊരു 3 നില നമുക്ക് കെട്ടി ഉയർത്താൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ആകെയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പൊളിച്ച് കളഞ്ഞിട്ട് വേറൊരു വീട് വെക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഈ പൊളിച്ച് കളഞ്ഞ് വേറൊരു പുതിയ വീട് വെക്കുന്ന അത്രയും സമയം നമുക്ക് തൽക്കാലം ഒരു ചെറിയ വീട്ടിലോ ഒരു ഓലപ്പുരയിലോ എന്തെങ്കിലും താമസിക്കേണ്ടി വരും. അപ്പം ഇത് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ചെറിയ ബലമില്ലാത്ത വീടിനെ പൊളിച്ചൊരു 3 നില ഉള്ള വീട് വെക്കുന്ന ആ സമയത്ത് കുട്ടികൾ ആക്ച്വലി ഈ നമ്മൾ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന വീടിനെ പറ്റി ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അവർ എപ്പോഴും നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഓലക്കുള്ളിൽ താമസിക്കുമ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയായിരിക്കും അവർ കൂടുതൽ സംസാരിക്കുന്നത്. മാത്രമല്ല നമുക്ക് നമ്മളടുത്ത് വിരോധമുള്ള ഒരു അയൽവാസി ഉണ്ടെങ്കിൽ അയാൾ വന്ന് കുട്ടികളോട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇങ്ങനെ ഈ ചെറിയ ഓലക്കുട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി ഉള്ള അവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവരെ വഴിതെറ്റിക്കാനായിരിക്കും ഈ അസൂയാലുക്കളായ അയൽവാസികൾ ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മീഡിയയും നമ്മുടെ പ്രതിപക്ഷവും ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ വേദന മാത്രമാണ് നമ്മൾ ഇപ്പം അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വേഗം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.